ഹായ് കിഡീസ് മലയാളം വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളെ വ്യഞ്ജനാക്ഷരം കാ മുതൽ ഏതുവരെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നമുക്കൊന്ന് റീഡ് ചെയ്യാം. നമ്മൾ ഓർത്തു വെക്കണമല്ലോ ഏതൊക്കെ പഠിച്ചു എന്ന്. ഓക്കെ, നമുക്കൊന്ന് ഓർത്തു നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ. ഖ ഖ ഘ ഘ ങ ച ഛ ജ ഇ ഝ ഞ ഠ ഠ ഢ ഢ ന ത ഥ ധ ധ ന പ ഫ ഭ ഭ മ യ ര ല വ ഷ ഷ സ ഹ ള ഴ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ പഠിച്ചത്? ഴ. സ്വരവും വ്യഞ്ജനവും മസ്റ്റായിട്ടും വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. അത് കൂടിയിട്ടാ പിന്നീട് ചെറിയ ചെറിയ വാക്കുകൾ വാചകങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതിൽ ഇനി ചിഹ്നങ്ങൾ വരും. ആ ചിഹ്നങ്ങളും സ്വരവും വ്യഞ്ജനവും ഒക്കെ ജോയിൻ ചെയ്തിട്ടാ നമ്മൾ ചെറിയ വാക്ക് വാചകങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇത്ര വരെ കൂട്ടുകാർക്ക് ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ നമ്മൾ പഠിച്ചത്? ഴ അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഴ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് വ്യഞ്ജനാക്ഷരാണ് റ. അത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വ്യഞ്ജനാക്ഷരം ഏതാ? ഴ കഴിഞ്ഞിട്ട് റ. അപ്പൊ നമ്മൾ കാ മുതല് റാ വരെ ഇതാ പഠിക്കുന്നു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ റ പഠിക്കാം. റ എങ്ങനെ എഴുതുന്നു ശ്രദ്ധിച്ചു നോക്കിയേ. ദാ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി മുകളിലോട്ട് പോയി വീണ്ടും താഴത്തോട്ട് റ. ഓർക്കുന്നുണ്ടോ അക്ഷരവും പഠിച്ചത്? ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇതാ ഈ കുത്തുന്ന് മുകളിലോട്ട് വന്ന് ഇവിടുന്ന് വളഞ്ഞ് വീണ്ടും താഴത്തോട്ട്. ഏതോ ആയി വ്യഞ്ജനാക്ഷരം റ. എളുപ്പല്ലേ? കുത്തിട്ടിട്ട് എഴുതി കാണിച്ചു തരാ, അപ്പോഴും മനസ്സിലാവും. ശ്രദ്ധിച്ചു നോക്കിയേ. ദാ ഇവിടുന്ന് തുടങ്ങി കറങ്ങി മുകളിലോട്ടെത്തി വീണ്ടും കറങ്ങി താഴത്തോട്ട്. നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ താഴത്തോട്ട് റ. താഴെ നിത ഇവിടുന്ന് തുടങ്ങി കറങ്ങി മുകളിലോട്ട് പോയി വീണ്ടും അതേ താഴത്തോട്ട്. ഏതോ ആയി വ്യഞ്ജനാക്ഷരം റ. കൈവിടാതെ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? റ എഴുതാ എളുപ്പല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കൈവിടാതെ ഇതാ ഇങ്ങനെ എഴുതാം. ഇവിടുന്ന് തുടങ്ങി മുകളിലോട്ട് പോയി കറങ്ങി വീണ്ടും താഴത്തോട്ട്. എളുപ്പല്ലേ? അങ്ങനെ നമ്മൾ ലാസ്റ്റ് വ്യഞ്ജനാക്ഷരം പഠിച്ചു. വ്യഞ്ജനാക്ഷരം ഫിനിഷ്. ഓക്കെ, ഏതായിരുന്നു പഠിച്ചത്? റ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്വരാക്ഷരത്തിലെ ചിഹ്നങ്ങളുണ്ട്, അത് പഠിക്കാം.